ബെന്യാമിൻ്റെ ആടുജീവിതം. നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും. ഭാഗം 1. ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷനു മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറേ നേരം നിന്നു. ഗേറ്റിനോട് ചേർന്നുള്ള പാറാവുകൂട്ടിൽ 2 പോലീസുകാർ ഇരിപ്പുണ്ട്. ഒരാൾ എന്തോ വായിക്കുകയാണ്. ആ ഇരിപ്പും തലയാട്ടലും പാതിയടഞ്ഞ കണ്ണുകളും ഏതോ മതഗ്രന്ഥമാണ് വായിക്കുന്നതെന്ന് ഉറപ്പു തരുന്നുണ്ട്. രണ്ടാമത്തെ പോലീസുകാരൻ ടെലിഫോണിലാണ്. അയാളുടെ വർത്തമാനവും ചിരിയും അലർച്ചയും ഇങ്ങ് റോഡ് വരേക്കും കേൾക്കാം. വളരെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലും രണ്ടുപേരും 2 ലോകത്താണുള്ളത്. 2 ലോകങ്ങളും ഞങ്ങളെ ശ്രദ്ധിക്കുന്നതേയില്ല. പാറാവുകൂടിന് തെല്ലുദൂരത്തായി വഴിയിലേക്ക് ചാഞ്ഞ് ഒരു കാട്ടുനാരകം നിൽപ്പുണ്ട്. അതിൻ്റെ തണലുപറ്റി ഞങ്ങൾ നിലത്ത് കുത്തിയിരുന്നു. പാറാവുകാരിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ പ്രവൃത്തിയിൽ നിന്നും മുക്തനായി ഞങ്ങളെ ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയോടെ ഏറെ നേരം ഞങ്ങൾ അങ്ങനെയിരുന്നു. അതിനിടെ 1-2 അറബികൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ധൃതിയിൽ നടന്നു പോവുകയും 3-4 പേരെങ്കിലും അലസമായി തിരിച്ചു പോവുകയും ചെയ്തു. അവർക്ക് ഞങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. പുസ്തക വായനക്കാരൻ 2-ാം പാറാവ് അയാളുടെ വായനയിൽ നിന്ന് ഉടനെയൊന്നും ഉണരുന്ന മട്ടേയില്ല. ശ്രദ്ധയാകർഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പാറാവുകൂടിൻ്റെ മുന്നിലൂടെ ഞങ്ങൾ 2-3 ആവർത്തി വെറുതെ നടന്നു നോക്കി. എന്നിട്ടും അവർ ഞങ്ങളെ ശ്രദ്ധിക്കുകയോ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യുന്നില്ല. യാദൃശ്ചികമായി വല്ല അത്യാവശ്യത്തിനും പത്താക്കയില്ലാതെ മുറി വിട്ട് പുറത്തിറങ്ങേണ്ടി വരുന്ന എത്രയധികം നിർഭാഗ്യവാന്മാരെ പൊതുസ്ഥലത്തും ചന്തയിലും മസ്ജിദിനു മുന്നിലുമൊക്കെയിട്ട് കയ്യോടെ പിടികൂടി ജയിലിലാക്കിയ കഥകൾ എത്രയെണ്ണം ഈ ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്നാൽ അതേ ആഗ്രഹത്തോടെ എത്ര ദിവസമായി ഞങ്ങൾ ബത്തയിലെ പച്ചക്കറി ചന്തയിലൂടെയും മീൻ ചന്തയിലൂടെയും പൊതുവഴിയിലൂടെയും നടക്കുന്നുവെന്നോ. എത്ര മൂത്തവന്മാർ ഞങ്ങളെ കടന്നുപോയി, ആരും ഞങ്ങളെ തടഞ്ഞില്ല. എത്ര പോലീസുകാരുടെ മുന്നിൽ ഞങ്ങൾ ചെന്നുപെട്ടു, ആരും ഞങ്ങളെ പരിശോധിച്ചില്ല. എന്തിന്, പല മസ്ജിദുകൾക്കു മുന്നിലും പല നേരത്തും ഞങ്ങൾ നമസ്കാരത്തിനു കൂടാതെ ചുറ്റിക്കറങ്ങി നടന്നു. എന്നിട്ടുകൂടി ആരും ഞങ്ങളെ ഗൗനിക്കുന്നതേയില്ല. ഒരു ദിവസം ശ്രദ്ധയാകർഷിക്കട്ടെ എന്നു കരുതി ഞാനൊരു പോലീസുകാരൻ്റെ കാലിൽ തട്ടി വീഴുന്നതുപോലെ അഭിനയിക്കുക കൂടി ചെയ്തു. അയാൾ എന്നെ പിടിച്ച് പരിശോധിക്കുന്നതിനു പകരം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ ക്ഷമ ചോദിച്ച് എന്നെ നിഷ്കരുണം പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ആഗ്രഹിക്കുമ്പോൾ നിർഭാഗ്യങ്ങൾ പോലും നമ്മെ തേടി വരാൻ മടിക്കുന്നു എന്നത് എത്ര കഷ്ടമാണ് അല്ലേ? ഒടുവിൽ നിവൃത്തിയില്ലാതെയാണ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നു നിൽക്കാൻ തീരുമാനിച്ചത്. എന്നിട്ടും ഫലമില്ല. ഏറെ നേരം കഴിഞ്ഞപ്പോൾ പാറാവുകാരെ മറികടന്ന് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറി ചെല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഹമീദിൽ നിന്ന് അങ്ങനെ ഒരു ആശയം വന്നതും ഞാനത് കേൾക്കാൻ കാത്തിരുന്നതുപോലെ എഴുന്നേറ്റ് ഒരു നടപ്പ് വെച്ചു കൊടുത്തു. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യായിരുന്നു. ഗേറ്റിലെ നീളൻ ഇരുമ്പുദണ്ട് മുറിച്ചു കടന്നതും പുസ്തക വായനക്കാരൻ 2-ാം പാറാവ് കണ്ണുയർത്തി ഞങ്ങളെ പിന്നിൽ നിന്നും വിളിച്ചു. മുദീറിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാറാവുകൂടിനടുത്തേക്ക് ചെന്നു. പൊയ്ക്കൊള്ളാൻ കൈ കാണിച്ചുകൊണ്ട് 2-ാം പാറാവ് വീണ്ടും പുസ്തകത്തിലേക്ക് തിരിഞ്ഞു. നീളൻ പടിക്കെട്ടുകളും ഖുറാൻ വചനങ്ങളും ആലേഖനം ചെയ്ത വിസ്താരമേറിയ വാതിൽപ്പാളികളും കടന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ചെന്നു. തോരണങ്ങൾ പോലെ നിറയെ പേപ്പറുകൾ കുത്തിയ ഒരു നോട്ടീസ് ബോർഡിനു താഴെ കുറേ പോലീസുകാർ വട്ടം കൂടിയിരുന്ന് ഗുബൂസ് കഴിക്കുകയും കാവ കുടിക്കുകയും വലിയ വായിൽ വർത്തമാനം പറയുകയും ചെയ്യുന്നു. അവിടുത്തെ കൗണ്ടറിനു മുന്നിൽ ഞങ്ങൾ പതുങ്ങി നിന്നു. വർത്തമാനത്തിൽ നിന്നും ഇടയ്ക്കെപ്പോഴോ കണ്ണെടുത്ത ഒരു പോലീസുകാരൻ തീറ്റ നിർത്താതെ തന്നെ പുരുകമുയർത്തി കാര്യമന്വേഷിച്ചു. ഭാഷയൊന്നും വശമില്ലെന്നും കാണിക്കാനായി ഞാൻ ചില കയ്യാംഗ്യങ്ങൾ കാണിച്ചു. കയ്യിലൊരു കാവക്കപ്പുമായി മറ്റൊരു പോലീസുകാരൻ എഴുന്നേറ്റ് വന്ന് പത്താക്ക ചോദിച്ചു. അതെ, അവസാനം ഒരാൾ ചോദിച്ചിരിക്കുന്നു. ഇല്ല എന്ന നിസ്സഹായതയോടെ ഞങ്ങൾ തലയാട്ടി. അയാൾ കാവക്കപ്പ് ടേബിളിന് മുകളിൽ വെച്ചു. ഡ്രോയർ വലിച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് കൈയും ചുണ്ടു തുടച്ചു. പിന്നെ അകത്തേക്ക് നടന്നുകൊണ്ട് അനുഗമിക്കാൻ കയ്യാംഗ്യം കാണിച്ചു. മുദീറിൻ്റെ മുറിയിലേക്കാണ് അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ഞങ്ങളെ കണ്ടതും മുദീർ കമ്പ്യൂട്ടറിൽ നിന്നും മുഖമുയർത്തി കൂട്ടിക്കൊണ്ടുപോയ പോലീസുകാരൻ എന്തൊക്കെയോ മുദീറിനോട് പറഞ്ഞു. മുദീർ ഞങ്ങളോട് എന്തൊക്കെയോ ചോദിച്ചു. എന്തെങ്കിലും മനസ്സിലാവുന്നതിൻ്റെ ഒരു ലക്ഷണവും ഞങ്ങൾ കാണിച്ചില്ല. എൻ്റേത് ഒരു നാട്യമായിരുന്നില്ല. അവർ സംസാരിച്ചതിലും മുദീർ ചോദിച്ചതിലും 3/4 പങ്കും എനിക്ക് മനസ്സിലായില്ല എന്നതാണ് സത്യം. എന്നാൽ ഹമീദിൻ്റേത് ശുദ്ധ അഭിനയമായിരുന്നു. അവൻ നല്ല പച്ചവെള്ളം പോലെ അറബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുദീറും പോലീസുകാരനും തമ്മിൽ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു. അതിനിടെ ഞാൻ മുദീറിൻ്റെ മുറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. ഒരു വലിയ ഓഫീസായിരുന്നു അത്. ഖുറാൻ വചനങ്ങളും രാജാക്കന്മാരുടെ ചിത്രങ്ങളും കാബയുടെ ചിത്രവും ഭിത്തിയിൽ തൂങ്ങുന്നുണ്ട്.
മുദീറിൻ്റെ ഇടതുവശത്ത് ഒരു TV, വലതുവശത്ത് ഒരു കമ്പ്യൂട്ടർ. കുറച്ചു മാറി 2 സോഫയും ഒരു ടീപ്പോയും. അതിനരുകിൽ ഒരു പൂപ്പാത്രം, അതിൽ കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ. എതിർഭിത്തിയിൽ ഒരു ബോർഡ്, അതിൽ കുറേ ഫോട്ടോകൾ. ഒന്നിനുമല്ലാതെ ഞാൻ വെറുതെ ആ ഫോട്ടോകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ചെത്ത മീൻ കണ്ണുകളുള്ള താടിക്കാർ, അറബിക്കുപ്പായം ധരിച്ച കറുത്തവർ, ഊശാൻ താടിയും കൂർത്ത കണ്ണുകളുമുള്ള ആഫ്രിക്കൻ വംശജർ. പേരുകളാവും. ഓരോ ഫോട്ടോയ്ക്കും അറബിയിൽ ഓരോ അടിക്കുറിപ്പ്. അങ്ങനെ നോക്കി 4ാമത്തെ വരിയിൽ 3ാമത്തെ ഫോട്ടോയിലെത്തിയതും എൻ്റെ കണ്ണവിടെ ധ്രുവമഞ്ഞുപോലെ ഉറഞ്ഞുപോയി. ഞാൻ തലകുടഞ്ഞ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. എൻ്റെ സംശയം ഇരട്ടിച്ചു. പെട്ടെന്ന് എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അതുവരെ ഇല്ലാത്തൊരു ഭീതി എന്നെ ബാധിച്ചു. എൻ്റെ സംശയം ഉറപ്പുവരുത്താനായി ഞാൻ ഫോട്ടോ പതിച്ച ബോർഡിനരികിലേക്ക് അബോധത്തോടെ നീങ്ങിച്ചെന്നു. ഇബ്രാഹിം ഖാദരി. ഞാൻ അറിയാതെ നെഞ്ചത്ത് കൈവച്ചുപോയി. എന്താ, നിനക്കയാളെ അറിയാമോ? പെട്ടെന്ന് പോലീസുകാരൻ എന്നോട് ചോദിച്ചു. ഞാനൊന്ന് ഞെട്ടി, പതറി. എൻ്റെ ഭാവപ്പകർച്ച ആർക്കും മനസ്സിലാവുന്നതായിരുന്നു. എന്നിട്ടും ഇല്ല എന്ന് തലകുലുക്കി. മുദീർ എന്നെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ മുന്നിലെത്തിയതും ചാടി എഴുന്നേറ്റ് മുദീർ എൻ്റെ ചെവി കൂട്ടി ഒരടി അടിച്ചു. ഹാ വേദനയുടെ ഒരു ചൂടാവി മറുചെവിയിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. പിന്നെന്തിനാണ് നീ ആ ഫോട്ടോ നോക്കാൻ പോയത്? മുദീർ അലറി. ഞാൻ തല കുനിച്ചു നിന്നു. പിന്നെയും അയാൾ എന്തൊക്കെയോ അറബിയിൽ ചോദിച്ചു. ഒന്നിനും ഞാൻ മറുപടി പറഞ്ഞില്ല. ഒടുവിൽ ഒരടി കൂടി പൊട്ടിച്ചിട്ട് അയാൾ കസേരയിലേക്ക് ഇരുന്നു. ഞാൻ കരഞ്ഞില്ല, പക്ഷേ ഹമീദ് കരഞ്ഞു. അതുകൊണ്ട് അവനും ഒന്നും കിട്ടിയില്ല. മുദീർ പോലീസുകാരന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തു. അയാൾ ഞങ്ങളെ അടുത്ത മുറിയിലേക്ക്